നമസ്കാരം. വഴയിലെ നെടുമങ്ങാട് 4 വരി പാത വികസനത്തിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കരകുളം ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് കരകുളത്തൊരു പുതിയ ബ്രിഡ്ജ് വന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ അന്നത്തെ വീഡിയോയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു, മുമ്പ് വർഷങ്ങളായിട്ട് തന്നെ പഴക്കമുണ്ടായിരുന്ന എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രിഡ്ജിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അത് പൊളിച്ചു കളയാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ള തരത്തിൽ നമ്മളൊരു ഡൗട്ടും ഇവിടെ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ആ ഡൗട്ടുകളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിതമായ പാലം പൊളിച്ചു മാറ്റുകയും ആ ഭാഗത്ത് പുതിയ ഒരു രണ്ടാം പാലം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. 1890 അതുപോലെ തന്നെ 1910 ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ പാലമാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ പാത വികസനത്തിൻ്റെ കാര്യത്തിനായിട്ട് ഇപ്പോൾ പൊളിച്ചു മാറ്റിയത്. ഇതിനുശേഷം ഇവിടുത്തെ പൂർണ്ണമായ പൊളിക്കൽ നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ 2 വരി വരുന്ന രീതിയിലേക്ക് ഒരു പാരലായിട്ടുള്ളൊരു ബ്രിഡ്ജ് കൂടെ വരും. കാര്യം പൂർണ്ണമായിട്ടും 1 വേ എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ 2 പാരലൽ ലെവലിലാണ് ഈ ബ്രിഡ്ജുകൾ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് അന്ന് കൃത്യമായ രീതിയിൽ വന്ന പുതിയ പാലത്തിലേക്ക് ഗതാഗതം തുറന്നു കൊടുത്തതിന് ശേഷം പഴയ പാലത്തിൻ്റെ പൊളിക്കൽ നടപടികളിലേക്ക് കടന്നേക്കാം എന്നുള്ള രീതിയിലൊരു സംശയവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഏകദേശം ഒരു 75% പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇനി ബാക്കി പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അരുവിക്കരയിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കാവുന്ന എല്ലാ വാട്ടർ ലൈനുകളും വിസിബിളി നമുക്കിവിടെ കാണാം. ഈ രണ്ടാമത്തെ പുതിയ പാലം വരുന്ന സമയത്തും കൃത്യമായിട്ട് ഈ പൈപ്പ് ലൈനുകൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് പുതിയ പാലവും വരുന്നത് എന്നതാണ് നമുക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പാത വികസനത്തിൻ്റെ ഈ പറഞ്ഞ കരകുളം ബ്രിഡ്ജാണെങ്കിലും ശരി, അതുപോലെ തന്നെ വടയിലയിൽ നിന്ന് ഈ കരകുളം ബ്രിഡ്ജിന് തൊട്ട് മുന്നിലുള്ള ഏരിയ വരെ ഏത് രീതിയിലാണോ നമുക്കൊരു 4 വരി പ്രതീക്ഷിക്കാവുന്നത് ആ രീതിയിൽ തന്നെ ബ്രിഡ്ജിനും അതിൻ്റേതായ അനുബന്ധ സൗകര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു നിർമ്മാണ വേഗതയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജ് വരെയുള്ള പോർഷൻസിൽ കൃത്യമായ രീതിയിൽ വളരെയധികം ഫാസ്റ്റായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 85% സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ ടാറിങ് ഉൾപ്പെടെ കഴിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. ഈ പഴയ പൊളിച്ച് കളഞ്ഞ പാലത്തിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അല്പം പോലും ആ സമയത്ത് കമ്പി യൂസ് ചെയ്തല്ല ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് എന്ന് അവശിഷ്ടങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പുരാതന കാലത്തെ കൃത്യമായ രീതിയിലുള്ളൊരു ബ്രിട്ടീഷ് നിർമ്മിതി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ ഒരല്പം സങ്കടം ഉണ്ടെങ്കിലും കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റത്തിലേക്ക് ഈ തരത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ പറഞ്ഞ രീതിയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യപൂർവ്വം നെഗ്ലക്റ്റ് ചെയ്ത് കളയാം എന്നുള്ളത് മാത്രമേ ഈ പറഞ്ഞ ഒരു പഴയ പാലത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ളൂ. കൃത്യമായ രീതിയിൽ നമുക്കിനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ്സ് കവർ ചെയ്യണം പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പാരലായിട്ട് പൊതുജനങ്ങൾക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരു പാലത്തിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്ത് ആ ഭാഗത്തേക്ക് ട്രാഫിക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പഴയ പാലത്തിൻ്റെ ഡെമോളിഷനും മറ്റു കാര്യങ്ങളിലേക്കും കടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രാഫിക്കിന് ഈ ഭാഗത്ത് തടസ്സമില്ല. ഇനി കരകുളം മേൽപ്പാലത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കുകൾ അത്രത്തോളം ഒരു ശുഭകരമായ ഒരു അവസ്ഥയിലല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു അല്പം ലാഗ് നമ്മൾ മുമ്പുള്ള ഒരു കാലഘട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത്. അതിനെക്കുറിച്ചിട്ട് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ സംസാരിക്കാം. അപ്പോൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്